ഒരു ബോഡി ബിൽഡിംഗ് ജഡ്ജ് എങ്ങനെയാണ് നിങ്ങളെ മത്സരത്തിൽ വിലയിരുത്തുന്നത്? എന്താണ് പ്രൊപ്പോർഷൻ, സിമട്രി, പോസിങ്, ഡെഫിനിഷൻ, ഈ വക കാര്യങ്ങളെല്ലാം ഇതെല്ലാം ശ്രദ്ധിച്ച് എങ്ങനെ നിങ്ങളുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു മത്സരത്തിൽ വിൻ ചെയ്യാം. നിങ്ങളൊരു കോമ്പറ്റീഷന് പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ജഡ്ജിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്നിവയുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മെൻസ് ബോഡി ബിൽഡിംഗ് കാറ്റഗറിയിലെ ജഡ്ജിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ പ്രധാനം നോക്കുന്ന പോയിന്റ്സ് എന്താണ്? ഒന്ന്, സിമട്രി, പ്രൊപ്പോർഷൻ, മസ്കുലാരിറ്റി, ഡെഫിനിഷൻ, പ്രസൻറ്റേഷൻ, ഓവറോൾ പാക്കേജ്, ഡിസിപ്ലിൻ. ആർക്കും ഇല്ലാത്ത കാര്യം ഡിസിപ്ലിൻ. അപ്പം എന്താണ് സിമട്രി? സിമട്രി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം, ഇതിൻ്റെ ഒരു ഈക്വലായ ഒരു ബാലൻസ്ഡ് ആയ ഒരു കാര്യത്തിനാണ് പറയുക. അത് ഫ്രണ്ടിലും ബാക്കിലും. നമ്മുടെ ഫ്രണ്ടായാലും ബാക്കായാലും ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോൾ ഇടത് കൈ വലത് കൈ, ടോപ്പ് ടു ബോട്ടം എന്ന് പറയുമ്പോൾ അപ്പർ ബോഡി ലോവർ ബോഡി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോഴായാലും ഇതിൻ്റെ ഒരു ബാലൻസ്, അതായത് ചിലവർക്ക് ഇടത് കൈ ചെറുത് വലത് കൈ വലുത്, അങ്ങനെയുള്ള പല വ്യത്യാസങ്ങളും രണ്ട് സൈഡിലും ടോപ്പ് ടു ബോട്ടം നോക്കുമ്പോഴായുള്ള പ്രൊപ്പോർഷനിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ഇത് ബാക്കിലേക്ക് വരുമ്പോഴും ഫ്രണ്ട് എല്ലാം നല്ല തിക്നെസ്സിൽ നിന്നാലും ബാക്ക് സൈഡ് നോക്കുമ്പോൾ വീക്ക്, അതായത് അപ്പർ ബോഡിയിൽ ഒരുപാട് ഡെവലപ്പായി നിൽക്കുന്നു, ലോവർ ബോഡിയിൽ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഹാംസ്ട്രിങ്ങോ കാഫോ തീരെ ഡെവലപ്ഡ് അല്ല. അപ്പം ഇതിനാണ് സിമട്രി എന്ന് പറയുന്നത്. ഇതപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ മസിൽസും ഈക്വൽ ചെയ്ത്, അതായത് നിങ്ങളുടെ അപ്പർ ബോഡി നല്ല രീതിയിൽ ഫ്രണ്ട് ഡെവലപ്ഡ് ആണെന്ന് വിചാരിക്കുക. ലോവർ വീക്കാണെങ്കിൽ ലോവർ നന്നായി ക്ലിയർ ചെയ്യാൻ നോക്കണം. ഇതേപോലെ തന്നെ ബാക്ക് തിരിയണ സമയത്ത് നിങ്ങൾക്ക് നല്ല ഹാംസ്ട്രിങ്ങും കാഫൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ബാക്കിലെ ട്രാപ്സും ലാറ്റ്സും ഒക്കെ വീക്കാണ് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നോക്കണം. അങ്ങനെയാണ് ഈ ആദ്യത്തെ തന്നെ പ്രധാന പോയിന്റ് ആയിട്ടുള്ള സിമട്രി ക്ലിയർ ചെയ്യാൻ പറ്റുക. രണ്ടാമത്തെ പ്രൊപ്പോർഷൻ, ഏറെക്കുറെ സിമട്രി ആയിട്ട് ബന്ധപ്പെടുത്തി പറയാന്നുണ്ടെങ്കിലും പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എല്ലാ മസിൽസും ബാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൊപ്പോർഷനിൽ നിൽക്കണം. മസിൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഇപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ വലിപ്പം അതിനോടനുബന്ധമായിട്ടായിരിക്കണം ഡെൽറ്റോയിഡ്, ബൈസെപ്സ്, ട്രൈസെപ്സ് എല്ലാം. ഇപ്പോൾ നമ്മുടെ ബൈസെപ്സിന് നല്ല ഹൈറ്റും തിക്നെസ്സും വലിപ്പം എല്ലാം ഉണ്ട്. എന്നാൽ ട്രൈസെപ്സ് ചെറുതായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈസെപ്സിന് കൂടുതൽ ഇത് ട്രൈസെപ്സും ബൈസെപ്സിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. ഇത് രണ്ടും ഡെൽറ്റോയിഡ് നല്ല വലിപ്പമായി, പലർക്കും ഫോർ ആംസ് ചെയ്യാൻ നല്ല മടിയാണ്. അപ്പോൾ ഫോർ ആംസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല വീക്കായി വണ്ണം കുറഞ്ഞാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷൻ പോയി. അതേപോലെ തന്നെ ഇനി ആംസും ചെസ്റ്റും എല്ലാം നല്ല തിക്കായി നിന്ന് തന്നെ വിചാരിച്ചോ, ആപ്സ് ചെയ്യാൻ മടിയുള്ളവരുണ്ടാവാം. ഇതെല്ലാം നല്ല തിക്നെസ്സിൽ നിന്നിട്ട് ആപ്സിലേക്ക് വരുന്ന സമയത്ത് ഫ്ലാറ്റായി നിൽക്കുക, ചെറിയൊരു സെപ്പറേഷൻ മാത്രമേ കാണുന്നുള്ളൂ, അതും പോയി. അപ്പോൾ ഇതാണ് പ്രൊപ്പോർഷൻ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. അതേപോലെ ലെഗിലേക്ക് വരുമ്പോൾ പലരും പറയുന്നതാണ് ലെഗ് നല്ല വലിപ്പം വരട്ടെ എന്നുള്ളത്. ലെഗ് നല്ല വലിപ്പം വന്നു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ പോയി കഴിഞ്ഞാൽ അവിടെയും മാർക്ക് കുറവാണ്. എനിക്ക് നല്ല ലെഗ് ഉണ്ട്, എൻ്റെ ലെഗ് നല്ല വലിപ്പമുണ്ട്, അത് പറഞ്ഞുകൊണ്ട് പ്രൈസ് കിട്ടില്ല. ആ ലെഗ് നിങ്ങളുടെ കാഫോ അപ്പർ ബോഡിയോ ഒന്നായിട്ട് ഒരു തരത്തിൽ മാച്ച് ആവുന്നില്ല. ആ ഫ്രണ്ടിലെ ക്വാഡ്രിസെപ്സിന്റെ വോളിയായിട്ട് ഹാംസ്ട്രിങ് മാച്ച് ആവാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊപ്പോർഷൻ പോയി. അപ്പോൾ എല്ലാ മസിൽസും ഈക്വലി പ്രൊപ്പോർഷനിൽ നിർത്തണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത് ഫ്രണ്ടും ബാക്കും രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ പലർക്കും ട്രാപ്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയായി ഡെവലപ്പ് ചെയ്യുന്നാലും അടിയിലേക്ക് വരുമ്പോൾ ലാറ്റ് ലോവർ ലാറ്റ് വീക്കായി കാണാം. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ ക്ലിയർ ചെയ്യുക വർക്കൗട്ട് ചെയ്തുകൊണ്ട്. ഇതാണ് പ്രൊപ്പോർഷൻ. അടുത്താണ് മസ്കുലാരിറ്റി. എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് മസ്കുലാരിറ്റി. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പൊതുവെ വിചാരിക്കാറ് ഫാറ്റ് കുറഞ്ഞ നല്ല ഡ്രൈ ആയ ഒരു അവസ്ഥ തന്നെയാണെന്നാണ് പൊതുവെ ബോഡി ബിൽഡേഴ്സും ട്രെയിനേഴ്സും അങ്ങോട്ടും പറഞ്ഞ കേൾക്കാറ്. പക്ഷെ ഈ മസ്കുലാരിറ്റി എന്നുകൊണ്ട് ഈ ജഡ്ജിങ്ങിൻ്റെ ക്രൈറ്റീരിയയിൽ ഉദ്ദേശിക്കുന്നത് മസിലിൻ്റെ മാസ്, അതായത് വോളിയം, അതിൻ്റെ ഫുൾനെസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മസിലിന് മാസ് മാത്രം മതിയോ, വലിപ്പം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഫുള്ളായിരിക്കണം, ഡെൻസിറ്റി ഉണ്ടായിരിക്കണം, മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നല്ല വോളിയത്തിൽ നിന്നു എന്ന് കരുതി ആ മസിലിന് മെച്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ അത് സോഫ്റ്റ് ആണ്, അതിന് ഡെൻസിറ്റി കുറഞ്ഞ് ഒരു അവസ്ഥയിലാണ് നിൽക്കണേ, ഫുള്ളായിട്ടുള്ളൊരു ഫീലല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും അത് വീക്കാണ്. അപ്പോൾ വോളിയം മാത്രം പോരാ. മസ്കുലാരിറ്റി എന്ന് പറയുമ്പോൾ വോളിയത്തിൽ മാത്രമല്ല, അതിനനുസരിച്ചുള്ള ഫുൾനെസ്, ഡെൻസിറ്റി, മെച്യൂരിറ്റി ഇതും വരുത്താനായിട്ട് നോക്കണം. ഇങ്ങനെയാണ് മസ്കുലാരിറ്റി എന്നുള്ളത് വരുന്നത്. അടുത്താണ് ഡെഫിനിഷൻ, കണ്ടീഷനിങ് എന്ന് നമ്മൾ പറയും. അത് നമ്മുടെ മസിൽസ് തമ്മിലുള്ള സെപ്പറേഷൻ, ആ ഒരു കട്ട്, ആ ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ
വലിയ ബോഡി ബിൽഡേഴ്സിൻ്റെ കയ്യിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നല്ല വലിപ്പമുള്ള ലെഗ് ഉണ്ടായിരിക്കാം. ഈ ക്വാഡ്സൊക്കെ നല്ല വലിപ്പത്തിൽ വന്ന് അതിലുള്ള സെപ്പറേഷൻ കാണുന്നില്ല അധികം. ഈ ലാറ്ററാലിസും മീഡിയാലിസും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ അത്രയില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡെപ്തിലല്ലാത്തൊരു ലൈൻ, ഒരു കട്ട് പോലെ വന്നു പോവുക. അത് ലെഗിലാണ് കൂടുതൽ കണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതൊരു വലിയ വിഷയമാണ്. അതാണ് ഈ ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കൃത്യമായ നല്ല ഡെപ്തിലുള്ള കട്ട് വേണം, അങ്ങനത്തെ സെപ്പറേഷൻ കാണണം. ഇപ്പം എല്ലാ മസിൽസും തമ്മിൽ അങ്ങനത്തെ ഒരു സെപ്പറേഷൻസ് ഉണ്ടായിരിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും തെറ്റുപറ്റുന്നൊരു കാര്യമാണ്. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ എങ്ങനെ നിങ്ങളെ മസിലിനെ അവതരിപ്പിക്കുന്നു ജഡ്ജസിന് മുമ്പിൽ എന്നാണ്. അപ്പോൾ ഇതിൽ ബോഡി ബിൽഡിംഗ് കാറ്റഗറിയിൽ നമുക്ക് എല്ലാവർക്കും ഏതൊക്കെ പോസുകളാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ബാക്കി പല കാറ്റഗറിയിലേക്ക് പോകുമ്പോഴും അതിൻ്റെ മാൻഡേറ്ററി പോസുകൾ, ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന പോസുകളൊക്കെ ഏതാണെന്ന് അറിയാത്ത വിഷയങ്ങളും വരാം. ഇത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ മത്സരത്തിന് പോവുക. ഡബിൾ ബൈസെപ്സ് എന്നുള്ളൊരു പോസ് വിളിച്ചു. സ്റ്റേജിൽ ഒരു 7 പേരുണ്ട്. ഒരു ജഡ്ജിന് എത്ര സെക്കൻഡ് ടൈം കിട്ടും? ഒരു ജഡ്ജിന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കി വന്ന് ഇവിടെ എത്തി തിരിച്ചൊന്നും കൂടി റൗണ്ട് ചെയ്യുമ്പോഴേക്കും റിലാക്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ പൊതുവെ കാണുന്നത് എന്താ? ഈ ആളുകൾ ഫ്രണ്ട് ഡബിൾ ബൈസ് പിടിക്കുമ്പോഴേക്കിനും ഇങ്ങനെ കൈയൂട്ടി അവിടെ നിന്ന് വിളിച്ച്, ഇങ്ങനെ കൈയടിച്ച് ഇവിടെ നിന്ന് വിളിച്ച്, ലെഗൊക്കെ ഒന്ന് കാണിച്ച് പതുക്കെ ഇവിടെ ടൈറ്റ് ചെയ്ത് ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിച്ചൊക്കെ വരുമ്പോഴേക്കും റിലാക്സ് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ട് ആഘോഷിച്ച് ആസ്വദിച്ച് അങ്ങോട്ട് പിടിച്ചു. പക്ഷെ ഒരു ജഡ്ജിന് കാണാൻ പറ്റുമോ നിങ്ങളുടെ പോസ്? റിലാക്സ് പറഞ്ഞാൽ ജഡ്ജി പിന്നെ നോക്കില്ലേ? അവിടെയാണ് പ്രസൻറ്റേഷനിൽ എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റ്. നിങ്ങളുടെ പോസ് വിളിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ തന്നെ പോസ് വിളിച്ച് കഴിയുന്നത് നിങ്ങൾ ആ പോസിൽ എത്തിയിരിക്കണം. റിലാക്സ് പറയുന്ന വരെ ബ്രീത്ത് കൺട്രോൾ ചെയ്ത് അതേ പോസിൽ നിൽക്കണം. റിലാക്സ് പറഞ്ഞ് പതുക്കെ റിലീസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ജഡ്ജിന് കൃത്യമായി കാണാൻ പറ്റൂ. നിങ്ങളൊരു മത്സരം കാണുമ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഒരു പോസ് വിളിക്കുന്ന സമയത്ത് ആ 5 or 7 പേരിൽ നിൽക്കുന്നതിൽ എത്ര പേര് പോസ് വിളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പിടിച്ചു റിലാക്സിൻ്റെ ഉള്ളിൽ കൃത്യം ആ ടൈം പീരീഡിൽ ഇത് ഹോൾഡ് ചെയ്ത് നിന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ജഡ്ജ് എങ്ങനെ പിടിക്കാത്തവരെ നോക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ടൈമിങ്ങിനുള്ളിൽ പോസ് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മസിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് ഇടും? അപ്പം അങ്ങനെയാണ് എല്ലാവർക്കും ജഡ്ജിങ്ങിൽ പോയിന്റ് പോണ ഒരു വലിയൊരു വിഷയം. അപ്പം ഇത് നിങ്ങൾ എല്ലാ പോസുകളിലും കൃത്യമായിട്ട് സമയത്തിന് പിടിക്കുക, സമയത്തിന് റിലീസ് ചെയ്യുക. അപ്പം അതിൻ്റെ ഒപ്പം തന്നെയാണ് ട്രാൻസിഷൻ എന്ന് പറയാം. ഓരോ പോസിന് ശേഷവും അത് റിലാക്സ് ആവുന്ന ടൈമിലും അടുത്ത പോസ് വിളിക്കുമ്പോൾ അതിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നതും ഒരു ഫ്ലോയില് ഒരു ഭംഗിയിൽ ചെയ്യുക. അതും ഒരു പ്രസൻറ്റേഷൻ്റെ ഭാഗമാണ്. നമ്മൾ മ്യൂസിക് പോസിലൊക്കെ ഒരു ഫ്ലോയില് ഒരു പോസിൽ നിന്ന് അടുത്ത പോസിലേക്ക് മാറുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഫ്രണ്ട് ഡബിൾ ബൈസ് കഴിഞ്ഞാൽ പതുക്കെ റിലീസ് ചെയ്ത് സ്റ്റാൻഡിങ് പോസിലേക്ക് എത്തി. അപ്പോൾ തന്നെ അടുത്ത സൈഡ് ചെസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ സ്മൂത്തായി തിരിഞ്ഞ് കൈയൊക്കെ വെച്ച് നല്ല സ്മൂത്തായി പോസ് ചെയ്ത് നല്ല ചിരിച്ച് നല്ല കോൺഫിഡൻസിൽ നിൽക്കുക. ഇതാണ് ട്രാൻസിഷൻ കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു കാണാനൊരു ഭംഗി വരും, നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കും, നിങ്ങൾ കൃത്യമായിട്ട് പോസ് ഹോൾഡ് ചെയ്യുന്നു, നിങ്ങളുടെ മസിൽസുകളിലേക്ക് കൂടുതൽ നേരം കണ്ണും പോകും. കാരണം ബാക്കിയുള്ളവർ നോക്കുമ്പോൾ പിടിച്ചു തരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ തന്നെ വീണ്ടും വരും നിങ്ങളുടെ മസിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കാരണത്തിൻ്റെ പേരിലാണ് കൂടുതൽ ആളുകൾക്കും പ്രൈസ് പോകുന്നത്. നിങ്ങൾ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എത്രയോ മസിലുണ്ട്, എത്രയോ നിങ്ങൾ നേരത്തെ പറഞ്ഞ മസ്കുലാരിറ്റി, സിമെട്രി, പ്രൊപ്പോർഷൻ എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ കൃത്യമായി പ്രസന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ജഡ്ജിന് അത് കാണാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പ്രൈസ് ഇടാൻ പറ്റും? ഇത് വലിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അടുത്താണ് ഓവറോൾ പാക്കേജ് എന്ന് നമുക്ക് വേണം പറയാം. അതായത് ഓവറോൾ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കറക്റ്റായി. ഇത് കൂടാതെ വരുന്ന നിങ്ങളുടെ ടാനിങ്, നിങ്ങളുടെ ഗ്രൂമിങ്, നിങ്ങളുടെ സ്കിൻ ടോൺ ഒക്കെ പറയാം. സ്കിന്നെല്ലാം നല്ല ടൈറ്റായി നല്ല ടോണിൽ നിൽക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ വരും. നിങ്ങൾക്ക് മുടി ഉണ്ടായിരിക്കാം, മുടി ഇല്ലാത്ത ആളായിരിക്കാം, മുടിയുള്ളതൊന്നും ഒരു വിഷയമില്ല എന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ ഈ ഉള്ള മുടി ഒരു വൃത്തിയിൽ വെടുപ്പിൽ നല്ല ക്ലീൻ ചെയ്ത് താടി മീശയൊക്കെ ആയാലും ഒരു നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത് വരിക. വെറുതെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് വരുമ്പോൾ അതൊക്കെ ആ മൊത്തം ഒരു അപ്പിയറൻസിനെ ബാധിക്കുന്നതാണ്. ഇതൊന്നും ഡിസ്ട്രിക്റ്റോ സ്റ്റേറ്റോ ചാമ്പ്യൻഷിപ്പുകളിൽ ഈ ഒരു വിഷയങ്ങൾ ഓവറോൾ ഇതൊന്നും നോക്കിയിട്ടൊന്നും ചിലപ്പോൾ പോയിന്റ് ഇട്ടൊന്നും വരില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത ചാമ്പ്യൻഷിപ്പുകളിലേക്കുള്ള ഒരു പോയിന്റാണ്. ഇപ്പോൾ മൊത്തത്തിൽ ഈ നിങ്ങളുടെ ഈ സ്കിൻ ടോൺ, ഈ ടാനിങ് കറക്റ്റായിട്ട് ചെയ്യുക,
പല ടാൻ കളറുകളും സമ്മതിക്കില്ലേ. ഇപ്പൊ ഗോൾഡൻ ടാനൊക്കെ ഒരുപാട് പേരിട്ട് പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം ഗോൾഡൻ ടാൻ ഇടുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ട്, കാണുമ്പോൾ നല്ല തിളക്കുണ്ട്. ഈ തിളക്കും ഇതല്ലല്ലോ ജഡ്ജ് നോക്കുക. ഈ ഗോൾഡൻ ടാൻ ഇടുമ്പോൾ എങ്ങനെ നിങ്ങളുടെ ഡെഫിനീഷൻ കാണും, എങ്ങനെ ആ ഒരു സെപ്പറേഷൻ മസിലുകൾ തമ്മിലുള്ള കാണാൻ പറ്റും, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അങ്ങനെ അസോസിയേഷൻ അലോ ചെയ്യുന്ന കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ടാൻ ചെയ്ത് അതും നല്ല വൃത്തിയിൽ ഭംഗിയിൽ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത് സ്കിൻ ടോൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഡിസിപ്ലിൻ നിൽക്കുക. ഇതാണ് ഓവറോൾ പാക്കേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. ഭൂരിഭാഗം ബോഡി ബിൽഡേഴ്സിന് ഇല്ലാത്തൊരു വിഷയമാണ് ഈ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അരഗൻ്റ് ആവാതിരിക്കുക. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഈ മസിലുകളെല്ലാം മാറ്റി വെച്ചോ. നിങ്ങൾ ആ സ്റ്റേജിലേക്ക് വരുന്നു, അവിടെ പെർഫോം ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നു. ഇനി അത് മത്സരത്തിന് ശേഷം നിങ്ങൾ ബാക്കി ആളുകളോട് ഇടപഴകുന്നു. ഇതിലൊക്കെ നല്ലൊരു ഡിസിപ്ലിനിലാണ് എങ്കിൽ നിങ്ങൾ വളരെയധികം നോട്ടീസ് ചെയ്യുക. സ്റ്റേജിലായാലും നിങ്ങൾ വരുമ്പോൾ കാണുന്ന ജഡ്ജിന് നല്ലൊരാളാണ്, അങ്ങനത്തെ ഒരു ഫീല് വന്ന് നിങ്ങളെ ശ്രദ്ധിക്കാൻ തോന്നും. ഇതെല്ലാം നിങ്ങളുടെ മത്സരത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഈ പുറത്തുള്ള ഡിസിപ്ലിന്റെ പേരിലൊന്നും മാർക്ക് കുറയ്ക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ചിരിച്ചുകൊണ്ട് നല്ല കോൺഫിഡൻസിൽ നല്ല രീതിയിലേക്ക് സ്റ്റേജിലേക്ക് കയറി വരിക. ചിലവരെ കാണാം അവിടെ തൊട്ട് വേണം നിങ്ങളുടെ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യാൻ. നേരം വൈകി ഓടി വന്ന് ഫ്രണ്ടിലത്തെ സ്റ്റേജും കൂടെ ചാടി കയറി സൈഡിലെ സ്റ്റെപ്പിലേക്ക് കൂടെ ഒക്കെ ചാടി ഓടി വന്ന് നിൽക്കണത്, അത് ആദ്യത്തെ തെറ്റ്. കൃത്യസമയത്ത് മൈക്കിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നിടത്ത് നിന്ന് ടാൻ ചെയ്ത് സമയത്തിന് സ്റ്റേജിൽ പതുക്കെ കയറി വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുക. അടുത്തുള്ള അത്ലറ്റ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക. സ്റ്റേജിൽ നിന്ന് ട്രെയിനറോ ഓഡിയൻസ് നമ്മുടെ ഫാൻസ് ഉണ്ടായിരിക്കുക, നമ്മുടെ മത്സരം കാണുന്നവർ ഇവർക്ക് ടാറ്റ് കൊടുക്കുക, അവർക്ക് ഹായ് പറയുക, സംസാരിക്കുക. ഇതൊക്കെ മോശം പെരുമാറ്റമാണ്. ഇതൊക്കെ സ്റ്റേജ് മാനേഴ്സിൽ വളരെ മോശം കാര്യങ്ങളാണ്. ഇതുകൂടാതെ സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതും ബബിൾക്കം ചവിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും തെറ്റാണ്. നിങ്ങൾക്ക് തല കറങ്ങി വീഴോ അങ്ങനെ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത വരുന്ന സാഹചര്യത്തിൽ സ്റ്റേജ് മാർഷലിനോട് പറഞ്ഞ് അദ്ദേഹം നിങ്ങളെ കൊണ്ടുപോയി നിങ്ങൾക്കുള്ള വെള്ളമോ കാര്യങ്ങളൊക്കെ തന്ന് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തിരും. അതല്ലാതെ ആരോടും ഒന്നും ചോദിക്കാതെ സ്റ്റേജിന്റെ താഴെ നിന്ന് നിങ്ങൾക്ക് വെള്ളം എറിഞ്ഞു തരുന്നു, അത് നിങ്ങൾ കുടിച്ചിട്ട് തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നു. ഇതല്ല ഇതിന്റെ പ്രോപ്പർ രീതി. ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റേജിൽ നിൽക്കുമ്പോഴായാലും ആളുകളോട് സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത്, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. പതുക്കെ വന്നു സ്റ്റേജിൽ നിന്ന് നമ്മുടെ പൊസിഷനിൽ നിന്ന് നമ്മുടെ പോസ് വിളിക്കുന്നു, കൃത്യമായി പോസ് ചെയ്തു, കറക്റ്റ് ആ ഒരു സ്മൂത്തായി ട്രാൻസിഷനിൽ പോസുകളെല്ലാം മാറി ചെയ്ത് മത്സരം കഴിയുമ്പോൾ കൃത്യമായി ഒതുങ്ങി നിന്ന് നല്ല കോൺഫിഡൻസിൽ പ്ലസൻ്റായി നിന്ന് പ്രൈസ് വിളിക്കുമ്പോൾ ചിരിച്ച് വന്ന് പ്രൈസ് വാങ്ങിച്ച് പോരുക എന്നുള്ളതാണ്. പ്രൈസ് കിട്ടി കഴിയുമ്പോൾ ചിലവരുണ്ട് ട്രെയിനറെ വിളിച്ച് സ്റ്റേജിലേക്ക് വരുത്തുക, ചാടി കയറുക, അവിടെ പോയി കൈയടിക്കുക, പിന്നെ പോസ് വിളിക്കുന്ന സമയത്ത് കൈയടിച്ച് ആൾക്കാരെ വിളിച്ച് തിരിഞ്ഞു നിന്ന് ഹാംസ്ട്രിങ് കാണിച്ചു കൊടുക്കുക, ഗ്ലൂട്ട് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ വലിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യം മൂൺ പോസിങ് എന്ന് പറയും. ബാക്ക് പോസ് ചെയ്യണ സമയത്ത് കുനിഞ്ഞു നിന്നുകൊണ്ട് ഗ്ലൂട്ട്സ് കാണിക്കുന്നതാണ് ഹാംസ്ട്രിങ്ങിന്റെ ഭാഗവും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് മൂൺ പോസിങ് എന്ന് പറയാം. അതൊരു ഡിസ്റെസ്പെക്ട് ആയിട്ടാണ് ജഡ്ജിങ്ങിന്റെ ഒരു മേഖലയിൽ അറിയപ്പെടുന്നത്. അതായത് കാണുന്ന ഓഡിയൻസോ ജഡ്ജസിന്റെ നേരെയോ അങ്ങനെ കുനിഞ്ഞു നിന്ന് കാണിക്കുന്ന സമയത്ത് ഒരു ഡിസ്റെസ്പെക്ട് പോലെ ആയതുകൊണ്ട് മൂൺ പോസിങ് എന്ന പേരിൽ ആ പോസ് അലോഡല്ല. അങ്ങനെ നിന്നാൽ ഇന്റർനാഷണൽ സ്റ്റേജിലെല്ലാം അപ്പൊ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് സ്റ്റേജിൽ നല്ല ഡിസിപ്ലിനോട് കൂടി നിൽക്കുക. അതാണ് നമുക്ക് പൊതുവെ ഇല്ലാത്തത്. ഇനി നിങ്ങൾക്ക് ഒരു മത്സരത്തിലെ ജഡ്ജ്മെന്റോ അവിടുത്തെ കാര്യങ്ങളോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെക്കുക, അപ്പോഴും പ്രതികരിക്കേണ്ടതിന് ഒരു കൃത്യമായ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റേജിൽ നിൽക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എനിക്കായിരുന്നു പ്രൈസ് എന്ന്. കാരണം നിങ്ങൾക്ക് സ്റ്റേജിൽ നിന്നുകൊണ്ട് ഓപ്പോസിറ്റ് ഉള്ള ആളുകളെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ജഡ്ജസ് തന്നെ പേനയും പേപ്പറും ഓരോ പോസ്റ്റിനും പോയിന്റ് ചെയ്ത് കൂട്ടിയിട്ടാണ് മാർക്ക് ഇടുന്നത്. അപ്പോൾ അറിവുള്ള നിങ്ങളുടെ ഒരു ട്രെയിനറോ മറ്റുള്ള ആളുകളോ പറയാണ് ഇതിലൊരു വിഷയമുണ്ട്, കണ്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജഡ്ജസ് കമ്മിറ്റി ചെയർമാൻ്റെ അടുത്തോ ഒഫീഷ്യലിൻ്റെ അടുത്തോ ഒരു പേപ്പറിൽ എഴുതിയിട്ടോ നേരിട്ട് ചെന്നോ, പരാതി ഉണ്ടെങ്കിൽ പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതല്ല സംശയം നിവാരണത്തിനാണെന്നുണ്ടെങ്കിൽ ചെന്ന് സമാധാനത്തിൽ മാന്യമായി സംസാരിച്ച് ചോദിച്ചാൽ ആരും മറുപടി തരും. നിങ്ങൾ നേരെ ചെന്ന് തല്ലണ പോലെ രണ്ട് ചീത്തയും തെറിയും വിളിച്ചാൽ ആരും മറുപടി തരില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഒരു മത്സരം കഴിഞ്ഞിട്ട് ഒരാള് നേരെ വന്ന് എന്നെ ചീത്ത വിളിക്കുക. ചീത്ത വിളിച്ച ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്നോട് സംസാരിക്കുക വരണം, നീ മാറിപ്പോവാൻ പറഞ്ഞു.
പിന്നീട് അവൻ ശാന്തനായ അപ്പൊ തന്നെ ശാന്തനായ വന്നിട്ട് എനിക്കറിയണം എന്തുകൊണ്ടാണ് എൻ്റെ ശിഷ്യന് പ്രൈസ് കിട്ടാണ്ടിരുന്നത്, അതിന്റെ വ്യക്തമായ കാരണം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. നിന്നോട് പറയാൻ താല്പര്യമില്ല, നീ എന്തുകൊണ്ട് ഇങ്ങനെ ആദ്യം ഒന്നും ചോദിച്ചില്ല? ഒരു കൃത്യമായൊരു റെസ്പെക്ട് ഡിസിപ്ലിനിൽ വന്ന് പെരുമാറണം, അല്ലാണ്ട് നേരെ വന്ന് ചീത്തയും തെറിയും വിളിച്ചതിന് ശേഷം പിന്നെ ആള് നമ്മുടെ നല്ല മാന്യമായ മറുപടി പ്രതീക്ഷിക്കുന്ന വിചാരിച്ച് നടക്കില്ല. അപ്പൊ നല്ല രീതിയിൽ ചെന്ന് നിങ്ങൾ പെരുമാറി സംസാരിക്കുകയാണെങ്കിൽ എല്ലാത്തിനും പരിഹാരങ്ങൾ ഉണ്ടാവും. അതാണ് ഡിസിപ്ലിൻ. അപ്പൊ നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം നല്ല രീതിയിൽ കണ്ടിട്ടുള്ള, ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു 2 പേരുണ്ട്. ഒന്ന് വളരെയധികം സീനിയർ ആയിട്ടുള്ള നമ്മുടെ അർണോൾഡ് ക്ലാസിക് മത്സരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അനീഷ് രാജ്, തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ മത്സരങ്ങൾ കണ്ടവർക്കും അദ്ദേഹത്തിന്റെ പേഴ്സണലി അറിയാവുന്ന അദ്ദേഹത്തിന്റെ പെരുമാറ്റം ശ്രദ്ധിച്ചവർക്ക് എല്ലാം അറിയാം. വളരെ കാമായിട്ടുള്ള, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം തന്നെ ബാക്കിയുള്ള ആളുകളോട് നോക്കാം. നമുക്ക് ചുറ്റുള്ളവരെ കാണാം, പലരും വെല്ലുവിളിക്കുന്നു, അടുത്ത മത്സരത്തിൽ കാണാം, അങ്ങനെയൊക്കെയുള്ള വളരെയധികം മോശം രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളെ നമുക്ക് മുസാദിഖിനെ പറയും. ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് മുസാദിഖിനൊക്കെ. പല മത്സരങ്ങളിലും ജഡ്ജിങ് ഫെയർ ആവാതെ മോശം രീതിയിൽ ജഡ്ജ് നടന്ന് പ്രൈസ് കിട്ടാതെ ഇറങ്ങിപ്പോണ പല സാഹചര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സമയത്തങ്ങളായാലും പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ, അദ്ദേഹം പെരുമാറിയ പല രീതികളും നോക്കുമ്പോൾ അതാണ് ഡിസിപ്ലിൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ എല്ലാവരും ഓർത്ത് വെക്കും. ഇങ്ങനെയുള്ള ആളുകൾ സ്റ്റേജിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു താല്പര്യം, ഒരു ഇഷ്ടം, അവരെ ശ്രദ്ധിക്കാൻ തോന്നുക, നിങ്ങൾ നല്ലൊരു ഇമേജ് നിങ്ങൾക്ക് സമൂഹത്തിന് മുമ്പിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ഡിസിപ്ലിൻ എന്നത് കൂടിയും ബോഡി ബിൽഡേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് ഉണ്ടല്ലോ, പ്രൊപ്പോർഷൻ, സിമെട്രി, ഡെഫിനേഷൻ എന്നൊക്കെ തുടങ്ങിയുള്ള, ഇതെല്ലാം ശ്രദ്ധിച്ച് കൃത്യമായി നിങ്ങളുടെ ബോഡി മനസ്സിലാക്കി, ജഡ്ജ് എങ്ങനെയാണ് നിങ്ങളെ ജഡ്ജ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി, അതിനനുസരിച്ച് ബോഡി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ ഡിസിപ്ലിനും നിങ്ങളുടെ ഓവറോൾ പ്രസൻറ്റേഷനും കൃത്യമാക്കി ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറ്റാരേക്കാളും പ്രൈസ് കിട്ടാനായിട്ട് പരിഗണന ഉണ്ടാവും. ഇതിൽ അവസാനം പറഞ്ഞ ഡിസിപ്ലിൻ എന്നും നിങ്ങൾ സ്റ്റേജിൻ്റെ പുറത്തും ബാക്കിയുള്ളവരോടും പെരുമാറേണ്ട രീതി എല്ലാം പറഞ്ഞത് അത് നമ്മുടെ പേഴ്സണൽ ഒരു ഡിസിപ്ലിനായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാവേണ്ട ഒരു കാര്യം ബന്ധപ്പെട്ടാണ്. അല്ലാതെ അതൊരിക്കലും നിങ്ങളുടെ ജഡ്ജ് ചെയ്യണ സമയത്ത് മാർക്കിനൊന്നും ബാധിക്കില്ല. പക്ഷെ അത് നമ്മൾ നല്ലൊരു ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ എന്താ, നല്ലൊരു ഡിസിപ്ലിനോട് കൂടി നമ്മൾ ബോഡി ബിൽഡേഴ്സ് എത്ര ഡിസിപ്ലിനിൽ ജീവിക്കുന്നവരാ. അലാം വെച്ച് കൃത്യസമയത്ത് എഴുന്നേറ്റ് കൃത്യമായി വെള്ളം കുടിച്ച് സമയം തെറ്റാതെ ഭക്ഷണം കഴിച്ച് വെയിങ് മെഷീൻ വെച്ച് ഗ്രാം നോക്കി ഭക്ഷണം കഴിച്ച് റെപ്പും സെറ്റും വെയിറ്റും നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് കണക്ക് കൂട്ടി ഇതൊക്കെ നോക്കി ചെയ്യുന്ന ഇത്രയും ഡിസിപ്ലിനായിട്ട് പോണ ആളുകളല്ലേ. അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഇട്ട് പോകാൻ പറ്റാത്ത ഒരു മാർക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പോവാം. അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മത്സരങ്ങൾക്ക് പോയി മത്സരങ്ങളിൽ വിജയിക്കുക.